ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ 4ാമത്തെ കളക്ഷൻ വീഡിയോയിലേക്കാണ്. അതായത് ഞാൻ രണ്ട് വണ്ടി കൂടി മേടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ച് വണ്ടികൾ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഈ 2 വണ്ടിയായിട്ടേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിലും വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ചെയ്തൊക്കെ വണ്ടി അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ് ഏത് മെയ്ഡാണ്, അതായത് ആ വണ്ടീൻ്റെ ഫീച്ചേഴ്സ് മാത്രം വെച്ച് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ആദ്യം നമ്മുടെ കളക്ഷൻ വീഡിയോസ് ഈ സീരീസ് ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ. അപ്പോൾ ആ സീരീസിലേക്ക് നമ്മളുടെ ഒരു 2 വണ്ടി കൂടി ആഡ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹോട്ട് വീൽസിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് അതിൽ നമുക്ക് നോർമലിലും ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ സാധാരണ പഠിക്കുന്ന വണ്ടികളുണ്ട്, അതേപോലെ തന്നെ ട്രഷർ ഹണ്ട് ഉണ്ട്, സൂപ്പർ ട്രഷർ ഹണ്ടും ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രഷർ ഹണ്ടിന് ഇറങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് ഒരു ട്രഷർ ഹണ്ടും എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ 2 ദിവസം മുന്നേ പോയി ലുലുന്ന് കണ്ടപ്പോൾ നമുക്ക് ഒരു ട്രഷർ ഹണ്ട് അടിച്ചിട്ടുണ്ട്. അത് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. അത് ഏത് വണ്ടിയാണെന്നൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കും, ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ട്രഷർ ഹണ്ട് അടിച്ചിരിക്കുകയാണ്. സൂപ്പർ ട്രഷർ ഹണ്ട് പറയുന്നത് ഗോൾഡ് കളറാണ് വരിക, അതേപോലെ ട്രഷർ ഹണ്ട് പറയുന്നത് സിൽവർ കളറും. അങ്ങനെ ട്രഷർ ഹണ്ടാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഹോട്ട് വീൽസ് കളക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്, സ്റ്റീരിയൻ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ ട്രഷർ ഹണ്ട് ട്രഷർ ഹണ്ട് അല്ല. ആദ്യം കാണിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് കണ്ടു പരിചയമുള്ള ഐക്കോണിക് കാറായ നമ്മുടെ ഒരു ഫേവറേറ്റ് ആയ നമ്മുടെ പജേറോയുടെ അതേപോലെ മിറ്റ്സുബിഷി പജേറോ ഇവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇത് നമ്മുടെ സാധാ ഹോട്ട് വീൽസിൻ്റെ ഒരു ലെറ്ററിങ് ഉണ്ട്, ബ്രാൻഡിങ് ഉണ്ട്. അതേപോലെ തന്നെ മിറ്റ്സുബിഷി മീഡിൻ്റെ പജേറോ എവല്യൂഷൻ എന്നുള്ള ഒരു മോഡലിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. ജപ്പാൻ മെയ്ഡ്, അതായത് ഹോട്ട് വീൽസ് ഇമ്പോർട്ട്സ് എഴുതിയിട്ടുണ്ട് ഈ സൈഡിൽ. ജപ്പാൻ മെയ്ഡിൻ്റെ ലോഗോ ആണ്. അതായത് 169 ഇത്. അതേപോലെ വണ്ടീൻ്റെ ആ ഡീറ്റെയിലും ഉണ്ടോ, അതായത് ബാക്കിൽ ഒരു ടയർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു റാലി എഡിഷൻ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, റാലി ആൻഡ് ആർട്ട് എന്ന് എഴുതിയിട്ട് ഹോട്ട് വീൽസിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ വീല് വൈറ്റ് കളറിൽ വീലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അടിയിൽ മറ്റേ സൈലൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു കളർ, ഇതിൻ്റെ ഒരു വൈറ്റ് വേരിയൻ്റ് കൂടി ഉണ്ട്. അത് നമ്മുടെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കളറ് വൈറ്റും ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ ഈ ഓറഞ്ച് ഇഷ്ടപ്പെട്ടു. ഇതൊരു വെറൈറ്റി കളറാണ്, അതുകൊണ്ട് ഇതിൽ കുറച്ചും കൂടി ഒന്ന് അതായി. പിന്നെ അതേപോലെ ഫ്രണ്ടിലുണ്ടോ, മറ്റു വണ്ടികൾ പോലെ നല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്, മിറ്റ്സുബിഷിൻ്റെ ലോഗോ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബോണറ്റിലുള്ള എയർ വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആ എയർ വെൻറ്റിൻ്റെ ആ ഭാഗം ഈ ഇതിൽ കാണുന്ന പോലെ ബ്ലാക്ക് ആണെങ്കിൽ അടിപൊളിയായതിനെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നല്ല ഫിനിഷിങ് എനിക്ക് പജേറോയിലാണ് കാണാൻ കിട്ടിയത് മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. അതേപോലെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 6ാമത്തെ കളക്ഷനായ പജേറോ, അതായത് മിറ്റ്സുബിഷി പജേറോ എവല്യൂഷൻ എന്നുള്ള മോഡലാണ് നമ്മുടെ കളക്ഷനിലെ 6ാമത്തെ വണ്ടി. നമ്മൾ ഇതിനെ മുന്നേ ചെയ്തിരുന്നു. 911 ടർബോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പോർഷിൻ്റെ. അതേപോലെ തന്നെ മസൻ്റെ RX ട്യൂൺഡ് എഡിഷൻ ഉണ്ട്, അത് കാണിച്ചിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ മെസറാട്ടി അല്ല, ആസ്റ്റൺ മാർട്ടിൻ്റെ DB5 എന്നുള്ളൊരു മോഡലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ കാണിച്ചത് നമ്മുടെ ബംബിൾ ബി ആണ് കാണിച്ചത്, എനിക്ക് മറന്നു പോയതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 4-5 വണ്ടി കാണിച്ചു. അപ്പോൾ അങ്ങനെ 4 കഴിഞ്ഞ് നമ്മുടെ 6ാമത്തെ കളക്ഷനിലെ വണ്ടിയാണ് നമ്മുടെ മിറ്റ്സുബിഷിയുടെ പജേറോ ഇവല്യൂഷൻ എന്നുള്ളത്. ഇനി അടുത്ത വണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രഷർ ഹണ്ട് അടിച്ച വണ്ടി. എൻ്റെ ഫസ്റ്റത്തെ ട്രഷർ ഹണ്ടാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഫോർഡിൻ്റെ, നമ്മുടെ നാട്ടിലൊന്നും ഈ വണ്ടി കണ്ടിട്ടില്ല, മിക്കപ്പോഴും അമേരിക്ക ഭാഗങ്ങളിൽ കാണുന്ന വണ്ടിയാണ്. ഫോർഡിൻ്റെ നമ്മുടെ പെർഫോമൻസ് ഒരു വാനാണ്. ഞാൻ ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു വാൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമുക്ക് കാണാൻ കിട്ടിയത്, അതായത് ഇത് ഹോട്ട് വീൽസിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. അതായത് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സെറ്റപ്പിൽ വരുന്ന, അതായത് നമ്മുടെ പോലീസ് കാറ്റഗറികളൊക്കെ വരുന്ന ഒരു വീഡിയോ ആണിത്, വണ്ടിയാണിത്. അതിൻ്റെ ഒരു എഡിഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചത്. വീൽസിൻ്റെ ബ്രാൻഡിങ്, അതേപോലെ തന്നെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന് എഴുതിയിട്ട് നമ്മുടെ ഫോർഡിൻ്റെ പെർഫോമൻസ് വാനാണ് ഈ കാണുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫോമൻസ് എഡിഷനാണ് ഈ സാധനം. ഇതിൻ്റെ നോർമൽ വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ ഒരു സിൽവർ ഇവിടെ കാണുന്നുണ്ടോ, ഇത് കാണുന്നതാണ് ഒരു സിൽവർ കളറിലൊരു ചെറിയൊരു ഹോട്ട് വീൽസിൻ്റെ ഫ്ലെയിമിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ സൂപ്പർ ട്രഷർ ഹണ്ട് അല്ലെങ്കിൽ ട്രഷറിൻ്റെ ഒക്കെ അറിയാനുള്ള മെയിൻ ഒരു കാരണം ഇതാണ്. ഇവിടെ ഒരു
ഇതുണ്ടോ ഫ്ലെയിമിൻ്റെ സർക്കിളിനുള്ളിൽ ഒരു ഫ്ലെയിം. ഇതാണ് ട്രഷർ ഹണ്ടിൻ്റെ മെയിനായിട്ട് നമുക്ക് അറിയാൻ കഴിയുക അത് ട്രഷർ ഹണ്ടാണെന്നുള്ളത്. ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇത് ഒരു റേസിംഗ് എഡിഷൻ ടൈപ്പാണ്. അതായത് പെർഫോമൻസ് വാനാണ്, സൂപ്പർ വാന്. ഇത് ഇതിൻ്റെ ബാക്കിലായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് എയർ വെൻറ്റ്, എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ കറക്റ്റായി പോകാൻ വേണ്ടി ഇവിടുന്ന് ഓപ്പൺ ഒരു എയർ വെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നതും. കാരണം അതിൻ്റെ ലോഗമാണ് ഈ ഫസ്റ്റ് റെസ്പോൺസിൻ്റെ കാറ്റഗറിയാണ് 1 of 5 ആണ്. സോറി 5 of 1 അങ്ങനെ എന്താണ് 5-1. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഒരു ഇത്. അതേപോലെ ട്രഷർ ഹണ്ടിൻ്റെ ലോഗോ ഇവിടെ കാണാം. അതേപോലെ നമ്മൾ ട്രഷർ ഹണ്ട് കാണണമെങ്കിൽ ഇത് ഒന്നാമത്തെ ഒരു അടയാളമാണ്. പിന്നെ അതേപോലെ വണ്ടീൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി ഒന്നും കൂടി മാറ്റണം, അതായത് ഒന്നും കൂടി പ്രീമിയം ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കാണുമോയെന്ന് അറിയില്ല, ഒരു സിൽവർ ലോഗോ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇടയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് കേസിലായത് കൊണ്ടാണ് ഇത് ഞാൻ എന്തായാലും പൊട്ടിക്കില്ല. നമ്മൾ ഈ ട്രഷർ ഹണ്ട് അടിക്കുന്ന സാധനങ്ങളൊന്നും ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. അത് ഇങ്ങനെ കെയർ ചെയ്യണതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ അതേപോലെ വീൽസും കാര്യങ്ങളൊക്കെ വരിക റബ്ബറിൻ്റെ വീൽസാണ് വരിക. മറ്റേലൊക്കെ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വീൽസാണ് വരിക. ഇതിലുണ്ടോ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഒരു ട്രിം കൊടുത്തിട്ടുണ്ട് വീലിൽ. ടയറിലല്ല വീലാണ് ഒരു ട്രിം, സിൽവർ ട്രിം കൊടുത്തിട്ടുണ്ട്. അതേപോലെ വണ്ടിയിൽ ഫസ്റ്റ് റെസ്പോൺസ് HW ഫസ്റ്റ് റെസ്പോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹോട്ട് വീൽസിൻ്റെ ഒരു ലോഗോ ഉണ്ട്. അതേപോലെ ഫോർഡിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഫ്രണ്ടിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്യാമായിരുന്നു. കാരണം ഈ വണ്ടിയിൽ കാണുന്ന പോലെ ആ സിൽവർ ലൈനിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ DRLs ഹെഡ്ലൈറ്റൊക്കെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കൊടുക്കാമായിരുന്നു. അത് കൊടുത്താണെങ്കിൽ വണ്ടി കാണാൻ ഒന്നും കൂടി അടിപൊളിയാണ്. അതേപോലെ ഇൻറ്റീരിയർ ഒരു ഗ്രീനാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ കിളിപ്പച്ച കളർ അല്ലെങ്കിൽ ഈ ചില ഭാഗങ്ങളിൽ ഉസ്മാൻ കളർ എന്നൊക്കെ പറയുന്ന പോലെ അതും അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഉള്ളിൽ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിൽ ആദ്യത്തെ ട്രഷർ ഹണ്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രഷർ ഹണ്ട് നമുക്ക് കിട്ടിയ ഫോർഡിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് കാറ്റഗറിയിൽ വരുന്ന അതായത് ഫോർഡ് പെർഫോമൻസ് സൂപ്പർ വാൻ എന്ന വണ്ടിയാണ്. സൂപ്പർ വാൻ 4 എന്നുള്ളൊരു വണ്ടിയാണ്. പിന്നെ ബാക്കിൽ കാര്യങ്ങളൊക്കെ ഫോറിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 7ാമത്തെ കളക്ഷനിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ട്രഷർ ഹണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഒരു പജേറോ അതേപോലെ തന്നെ ഒരു നമ്മുടെ ഫോർഡിൻ്റെ സൂപ്പർ വാനുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൊത്തം 7 കാറായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നമ്മുടെ കയ്യിലുള്ള 7 കാർ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നമ്മുടെ കളക്ഷനിൽ വന്നത് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ പോർഷിൻ്റെ 911, പിന്നീട് നമ്മൾ മേടിച്ചത് RXൻ്റെ മാസൻ്റെ RX3, പിന്നെ അതേപോലെ നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലെ ബംബിൾ ബി, പിന്നെ അതേപോലെ നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ DB5, പിന്നെ അതേപോലെ നമ്മുടെ BMW M3 വാഗണും. അതിനൊപ്പം തന്നെ നമ്മൾ 2 കൂടി ആഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ട്രഷർ ഹണ്ടായ ഫോർഡിൻ്റെ പെർഫോമൻസ് സൂപ്പർ വാൻ 4ഉം അതേപോലെ തന്നെ മിറ്റ്സുബിഷിയുടെ പജേറോ എവല്യൂഷനും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ 2, 3, 5, 2, 7 അങ്ങനെ 7 കാറായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് ഈ 2 വണ്ടികൾ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാം, എൻ്റെ വ്ളോഗ്സിൽ കാണാം, നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ഹോട്ട് വീൽസിൻ്റെ കളക്ഷനിൽ ഏതെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ മേടിച്ച് നമ്മുടെ വീഡിയോയിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക, നമ്മളപ്പോൾ എന്തായാലും കാണിക്കും. ഇൻഷാല്ലാ നമ്മൾ അടുത്തത് നല്ലൊരു 2 വണ്ടി കൂടി നോക്കുന്നുണ്ട്. ഒരു പിക്കപ്പ് ടൈപ്പ് നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ചൊരു നമ്മുടെ എന്നെ ഒരു ഇഷ്ടപ്പെട്ട കാറുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസുമായി വരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.